ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ എടുത്തു വച്ചിരിക്കുന്ന സേമിയ ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ സേമിയ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വറുത്തെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്പം നെയ്യ് കൂടിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നെയ്യൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് വെറുതെ വറുത്ത് കോരി എടുക്കുവാണേ. ഒന്ന് നിറം മങ്ങി വന്നാൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു, കടുകിട്ട് പൊട്ടിച്ചു. എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നൊന്ന് ജസ്റ്റ് നിറം മാറി വരുമ്പോൾ നമുക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും സവോളയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും പിന്നെ അല്പം കറിവേപ്പിലയും ഇതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അത് വേവാൻ ആവശ്യത്തിനുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നകപ്പനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം തേങ്ങ ചിരകിയതുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ അല്പം തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലവണ്ണം വറ്റുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നല്ലവണ്ണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.